ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിക്കാൻ ശ്രമിക്കുന്ന തുടക്കക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വീഡിയോയിൽ ഇതുവരെ 44 മുതൽ 48 വരെയുള്ള നാമമന്ത്രങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 44-ാമത്തെ നാമമന്ത്രം നഖദീധി സംഛന്ന നമജ്ജന തമോ ഗുണ. പിന്നെ 48-ാമത്തെ നാമമന്ത്രം മഹാലാവണ്യശേവധി. ഇതുവരെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കാൻ ശ്രമിക്കുന്ന ഓരോ തുടക്കക്കാരായ ഭക്തരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സംസ്കൃത അക്ഷരങ്ങളുടെ ഉച്ചാരണ രീതി, അക്ഷരസ്ഫുടത. പിന്നെ അതുകൂടാതെ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലുടനീളം കാണാം എഫ് പോലെയുള്ള ഒരു ചിഹ്നം. അതെന്തിനാണ്, വിസർഗം എന്താണ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും കാണണം, അതിൻ്റെ അഭിപ്രായം അറിയിക്കണം. ഇനി ഇന്നത്തെ വീഡിയോയിൽ 49 മുതൽ 56 വരെയുള്ള നാമമന്ത്രങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 49-ാമത്തെ നാമമന്ത്രം സർവാരുണ എന്ന നാമമന്ത്രം തുടങ്ങി 56-ാമത്തെ നാമമന്ത്രമായ ശ്രീമന്നഗര നായിക ഇതുവരെയാണ്. അപ്പോൾ സർവാരുണാനവദ്യാംഗി 49-ാമത്തെ നാമമന്ത്രവും 50-ാമത്തെ നാമമന്ത്രവും കൂട്ടിച്ചേർത്ത് സർവാരുണാനവദ്യാംഗി എന്ന് ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രമായിട്ടാണ് ഇത് വശിന്യാദി വാഗ്ദേവതമാർ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സർവാരുണ എന്ന് കഴിഞ്ഞിട്ട് എഫ് പോലുള്ളൊരു ചിഹ്നം കാണാം. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മുൻപ് ആ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടി പറയാം. ഈ എഫ് പോലുള്ള ചിഹ്നത്തിന് പറയുന്ന പേരാണ് പ്രശ്ലേഷം. അപ്പം ഇത് വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എന്നുള്ള അക്ഷരമാണ്. അത് ചേർത്തിട്ടാണ്, അതായത് സർവാരുണ കഴിഞ്ഞ് പിന്നെ നവദ്യാംഗി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എഫ് കണ്ടാൽ മനസ്സിലാക്കണം ആ ഉച്ചരിച്ചുകൊണ്ടാണ് പിന്നെ അടുത്തുള്ള ആ മന്ത്രം ചൊല്ലേണ്ടത്. സർവാരുണാനവദ്യാംഗി എന്ന് വരണം. അപ്പോൾ ഒരു ശ്ലോകം രചിക്കുമ്പോൾ അതിന് ഇത്ര അക്ഷരങ്ങളെ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിന് വൃത്തഭംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്ലേഷം ചേർക്കുന്നത്. ചില നാമമന്ത്രങ്ങളിൽ 2 പ്രാവശ്യം പ്രശ്ലേഷം വന്നിരിക്കുന്നതായി കാണാം. അങ്ങനെ വരുമ്പോൾ അത് ആ എന്ന് നീട്ടി ഉച്ചരിച്ചുകൊണ്ടാണ് ആ മന്ത്രങ്ങൾ ചൊല്ലേണ്ടത്. അതിനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ 49-ാമത്തെ നാമമന്ത്രം സർവാരുണ. ഈ മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അരുണ നീട്ടേണ്ടതാണ്. കാരണം സ്ത്രീദേവത മന്ത്രങ്ങളെല്ലാം നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലുള്ള എല്ലാ മന്ത്രങ്ങളും നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. സർവ, ആ വാ ശ്രദ്ധിക്കണം. വാ വെറും വായല്ല, ദിത്വമാണ് അവിടെ. അപ്പോൾ മുകളിലത്തെ പല്ലുകൾ കീഴ്ചുണ്ടിൽ അമർത്തി ഇട്ടാണ് ഈ വാ ഉച്ചരിക്കേണ്ടത്. സർവാരുണ. സർവാരുണ എന്ന് ചൊല്ലിപ്പോകരുത്, അരുണ എന്ന് തന്നെ കേൾക്കണം. കാരണം ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം ഇങ്ങനെയാണ്: വസ്ത്രം, ആഭരണം, രൂപം സർവവും അരുണവർണ്ണത്തോടു കൂടിയ ആ അമ്മയ്ക്ക് നമസ്കാരം. കാരണം അമ്മയുടെ രൂപത്തെക്കുറിച്ചിട്ട് ആദ്യത്തെ ധ്യാന ശ്ലോകത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്, അമ്മ സിന്ദൂരാരുണ വിഗ്രഹയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഉദ്യദ്ഭാനുസഹസ്രാഭ നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല അരുണാരുണ കൗസുംഭവസ്ത്രഭാസ്വത് കടീതടീ എന്നിങ്ങനെ ഒരുപാട് നാമമന്ത്രങ്ങളിൽ അമ്മയെയും അമ്മയുടെ ചുവപ്പുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഉള്ള നാമമന്ത്രങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആ നാമമന്ത്രത്തിനർത്ഥം. ഇനി 50-ാമത്തെ നാമമന്ത്രം അനവദ്യാംഗി. അംഗീ, അനവദ്യാംഗി. അപ്പോൾ ഈ നാമമന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം അനവദ്യമായ അംഗങ്ങളോട് കൂടിയ അമ്മ, അതായത് ഒരു കുറവുകളുമില്ലാതെ
കേശാദിപാദം വരെ എല്ലാം ഐശ്വര്യയുക്തമായ അംഗങ്ങളോട് കൂടിയ ആ അമ്മയ്ക്ക് നമസ്കാരം. ഇനി 51-ാമത്തെ നാമമന്ത്രമാണ് സർവാഭരണഭൂഷിത. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആഭരണഭൂഷിത, സർവാഭരണഭൂഷിത. ഇതിൽ വ ദിത്വമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകളിലത്തെ പല്ലുകൾ കീഴ്ചുണ്ടിൽ അമർത്തി വെച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ് വ. സർവാഭരണഭൂഷിത. ഇതില് ചൊല്ലുമ്പോൾ മിക്ക ആളുകളും തെറ്റിക്കാറുള്ളത് സർവാഭരണഭൂഷിത എന്നാണ്. ഇവിടെ ഭരണമല്ല, ആഭരണമാണ്. സർവാഭരണഭൂഷിത. അതുകൊണ്ട് തന്നെയാണ് സർവാരുണ എന്ന മന്ത്രത്തിന് മുകളിലും ആ എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർവാഭരണഭൂഷിത എന്ന നാമമന്ത്രത്തിന്റെ മുകളിലും ആ എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതില് ഭ ശ്രദ്ധിക്കണം. പിന്നെ ഭൂഷിത, സർവാഭരണ ഭൂഷിത. ഇപ്പൊ ഈ ഘോഷശബ്ദം, അതായത് മഹാപ്രാണൻ, അല്പപ്രാണൻ, ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻപത്തെ അതിൻ്റെ അങ്ങനെ ചൊല്ലുമ്പോൾ അർത്ഥത്തിന് വ്യത്യാസം വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സർവാഭരണ ഭൂഷിത എന്ന നാമമന്ത്രത്തിന്റെ അർത്ഥം ചൂടാമണി മുതൽ പാദാങ്കുലിയം വരെ അണിയാനുള്ള എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിട്ടുള്ളവൾ. അതാണ് ഈ നാമമന്ത്രത്തിന്റെ അർത്ഥം. ഇനി 52-ാമത്തെ നാമമന്ത്രമാണ്. അമ്മയുടെ കേശാദിപാദ വർണ്ണനയിൽ സർവാഭരണഭൂഷിത 51-ാമത്തെ നാമമന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ അമ്മയുടെ സ്ഥൂലരൂപ വർണ്ണന ഇവിടെ അവസാനിച്ചു. ഇനി അമ്മ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. അമ്മ എങ്ങനെയാണ് പ്രപഞ്ചം ഭരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അമ്മയുടെ ലീലകൾ. 52-ാമത്തെ നാമമന്ത്രം ശിവകാമേശ്വരാംഗസ്ഥ. ഇതില് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അംഗസ്ഥ, ശിവകാമേശ്വരാംഗസ്ഥ. ഇതിൽ ശ്വ ശ്രദ്ധിക്കണം. കാമേശ്വരാംഗ ശോ അല്ല, ശ്വ എന്ന് തന്നെ വരണം. മന്ത്രങ്ങളാണ്. ശിവകാമേശ്വര അംഗസ്ഥ. അംഗസ്ഥ, അങ്കായാണ്, പ്ലസ് കാണ്, അങ്കസ്ഥ നീട്ടേണ്ടതാണ്. അങ്കസ്ഥ, ആ രഥം എന്നുള്ള ഥായാണ് അവിടെ. അപ്പൊ ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം കാമേശ്വരനായ ശിവഭഗവാന്റെ അംഗത്തിൽ മടിയിൽ ഇരിക്കുന്നവൾ, അംഗത്തിലിരിക്കുന്നവൾ. അങ്ങനെയാണ് കാമേശ്വരി സങ്കല്പമാണ്. ഇനി അടുത്ത നാമമന്ത്രം നോക്കാം. 53-ാമത്തെ നാമമന്ത്രം ശിവ. അപ്പൊ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ ദേവതാ മന്ത്രങ്ങളൊക്കെ നീട്ടിയിട്ടാണ് ചൊല്ലേണ്ടതെന്ന്. അപ്പൊ അതിനുള്ളൊരു ഉദാഹരണമാണ് ഇവിടെ ശിവ. ശിവൻ എന്നാൽ സാക്ഷാൽ പരമശിവൻ. ഇത് നീട്ടിക്കഴിഞ്ഞാൽ ശിവ എന്നാൽ സാക്ഷാൽ പരമേശ്വരി. ഇനി 54-ാമത്തെ നാമമന്ത്രം സ്വാധീനവല്ലഭ. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധീനവല്ലഭ, സ്വാധീനവല്ലഭ. അതായത് സ്വാധീനം എന്നാൽ തനിക്ക് അധീനനായ വല്ലഭനോട് കൂടിയവൾ. ഇതാണ് ഈ നാമമന്ത്രത്തിന്റെ അർത്ഥം. സ്ഥൂലാർത്ഥം ശിവൻ ശക്തിക്ക് അധീനനാണെന്നും ശരീരത്തിന്റെ പകുതി ശക്തിക്കായി ദാനം ചെയ്ത് അർദ്ധനാരീശ്വരത്വം കൈക്കൊണ്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാവുന്നതാണ്. അപ്പോൾ സ്വാധീനവല്ലഭ, അതായത് ശിവന് ശക്തിയെ കൂടാതെ പ്രഭവിക്കാനാവില്ലെന്നാണ് സൗന്ദര്യലഹരിയിലെ ഒരു ശ്ലോകം നമ്പർ 1 തന്നെ അത് ശങ്കര ഭഗവത്പാദര് അതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ഇനി 55-ാമത്തെ നാമമന്ത്രം സുമേരുമധ്യശൃംഗസ്ഥ. ശൃംഗസ്ഥ, സുമേരുമധ്യശൃംഗസ്ഥ. അപ്പോൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദ പ്ലസ് ധായാണ്. മധ്യമല്ല, മധ്യമാണ്.
മധ്യം, അത് ഉറപ്പിച്ചിട്ട് തന്നെ പറയണം, മധ്യം സുമേരുമധ്യ ശൃംഗസ്ഥ, നീട്ടി ഉച്ചരിക്കേണ്ട മന്ത്രമാണ്. അതായത് മഹാമേരു പർവ്വതത്തിൻ്റെ മധ്യശൃംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇതിനെ വേറൊരു രീതിയിലും ആചാര്യന്മാർ വർണ്ണിച്ചിട്ടുണ്ട്. സാക്ഷാൽ മേരുചക്രത്തിൻ്റെ മുകളിൽ ആ ബിന്ദുസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നവൾ, ബിന്ദുസ്ഥാനത്തിലിരിക്കുന്നവൾ, അങ്ങനെയും മഹത്തുക്കൾ ഈ മന്ത്രത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ 56-ാമത്തെ നാമമന്ത്രമാണ് ശ്രീമന്നഗര നായിക. ഇതിൽ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. നായിക, ശ്രീമന്നഗര നായിക. ഇതിൽ ശ്രീമത്ത് പ്ലസ് നഗരം, അപ്പം അത് സംസ്കൃത സന്ധി നിയമം അനുസരിച്ച് കൂട്ടി വായിക്കുമ്പോൾ ശ്രീമന്നഗര നായിക എന്ന് വരും. വെറും നായല്ല, ദിത്വമാണ് അവിടെ. ശ്രീമന്നഗര നായിക, ശ്രീമത്ത് പ്ലസ് ന. അപ്പൊ ഈ മന്ത്രത്തിന്റെ ഒരു സ്ഥൂലാർത്ഥം ശ്രീമത്തായ സർവ ഐശ്വര്യ സമ്പൂർണമായ നഗരത്തിന് നായിക അല്ലെങ്കിൽ അധിപതി ആയിട്ടുള്ളവൾ. അങ്ങനെയുള്ള ആ അമ്മയ്ക്ക് നമസ്കാരം. ആ ശ്രീമന്നഗര നായികയായ ആ കാമേശ്വരി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീമാത്രേ നമഃ.